ബിസ്മില്ലാ എമ്മി റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ വൈകുന്നേരം കുട്ടികൾക്ക് സ്നാക്ക് ഐറ്റംസ് ആയിട്ട് വിളമ്പാനോ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ ഈസിയിൽ തന്നെ ഇത് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. കണ്ടില്ല, അത്ര സോഫ്റ്റും ടേസ്റ്റുമായിട്ടുള്ള ഒരു വിഭവമാണ്. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഞാൻ 1 കപ്പ് റവയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. റവ നമുക്കൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം ഫൈനായിട്ട് തന്നെ നന്നായിട്ടൊന്ന് പൊടിച്ചിട്ടെടുക്കണം. അധികം തരിയില്ലാത്ത റവയാണ്, എന്നാലും ഞാൻ നല്ല മാക്സിമം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പുളിയില്ലാത്ത തൈരും ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുപാട് പുളിയുള്ള തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കരുത്, എന്നാൽ നമ്മൾ ഈ ഡിഷ് ഒരുപാട് പുളിപ്പായി പോവും. അപ്പോൾ അതനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ആഡ് ചെയ്ത് നമുക്ക് ഇതൊരു ദോശ ബാറ്ററിൻ്റെ കണക്കിന് അതല്പം വെള്ളവും ചേർത്ത് അതിലേക്ക് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കാം. ഇത് അല്പം ലൂസായാലും നമ്മളിത് മാറ്റി വെക്കുമ്പോഴേക്കും ഇത് കുറച്ച് സമയം ഇരുന്ന് കട്ടിയാവും. നമുക്കതെടുക്കാൻ നേരം അറിയാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് 1 സ്പൂൺ ചില്ലി ഫ്ലെക്സ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും ചേർത്ത് മിക്സ് ചെയ്ത് നമുക്കിതൊരു 10-15 മിനിറ്റ് മാറ്റി വയ്ക്കാം. ഇത് അല്പം വെള്ളം കൂടിയാലും പിന്നീട് ഇത് കട്ടിയാവും. അത് ഒരുപാട് ഓവറായിട്ട് ഇത് ലൂസാക്കി ചെയ്യണ്ട. അപ്പോൾ നമുക്ക് ആ ദോശ മാവിൻ്റെ അയവിലേക്കും ഇത് കലക്കി മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് ഫില്ലിംഗ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ പാൻ ചൂടാക്കിയിട്ടുണ്ട്, ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെല്ലാം ഞാൻ ചോപ്പറിലിട്ടാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഏതൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അത് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പകുതി ക്യാരറ്റ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതും മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഏത് വെജിറ്റബിൾസും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഞാൻ ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കുന്നത്, കാരണം ഇത് ഓവറായിട്ട് നമുക്കിത് കുക്കാവേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ക്യാപ്സിക്കമാണ്. ഇതൊരു പകുതി ഭാഗം ക്യാപ്സിക്കം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയമെല്ലാം ഞാൻ ഫുൾ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മസാലകളാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത് ചിക്കൻ മസാലയാണ്. ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ടുള്ളതാണ്. ചിക്കൻ മസാല ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, ഇതിലേക്ക് ഒരു 1/2 സ്പൂൺ വലിയ ജീരകം പൊടിച്ചത്. ഇത് ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയമെല്ലാം നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചത് കുക്ക് ചെയ്യണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു 3 മുട്ടയാണ്. 3 മുട്ട ഇതുപോലെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് ഉപ്പ് നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാല കൂട്ടിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്കിത് ഡ്രൈ ആക്കി എടുക്കണം. അത്രയും സമയം ഒരു 7-8 മിനിറ്റ് നമുക്കിതിന് വേണ്ടി വരും. ഇതിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതുപോലെ നന്നായിട്ട് നമുക്ക് ഡ്രൈ ആക്കി എടുക്കണം. ഇതിലേക്ക് ഒരല്പം മല്ലിയിലൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചെറുതീയിൽ വെച്ച് തന്നെ ഇതുപോലെ നന്നായി ഡ്രൈ ആയി വരണം. അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന മാവ് ഇതുപോലെ ഇത്രയും കട്ടിയായിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് ലൂസാക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് ദോശ പാനിലേക്കാണ് ചേർത്തത് തയ്യാറാക്കി എടുക്കുന്നത്. ഒരല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അതിനായിട്ട് ഞാൻ പാൻ നന്നായി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാവ് ചേർത്ത് കൊടുക്കാം. സാധാ നമ്മുടെ കുട്ടി ദോശയൊക്കെ തയ്യാറാക്കുന്ന അത്രയും വലിപ്പത്തിലാണ് ഇത് തയ്യാറാക്കി എടുക്കാനുള്ളത്. ഓവറായിട്ട് ഇത് വലുതാവേണ്ട.
അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മസാല ഇതിൻ്റെ പുറത്തായിട്ട് വെച്ചതിന് ശേഷം ഇത് കവർ ചെയ്ത് നമുക്ക് കുറച്ച് മാവ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഇതൊരല്പം കട്ടിയിലാണ് ഈ സ്നാക്ക് ഇരിക്കുന്നത്, പക്ഷേ ഇത് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വ്യത്യാസവും ഉണ്ടാവില്ല. അപ്പോൾ ഇത് നമുക്ക് ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്ത് ഈ മാവ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മാവ് ഓവറായിട്ട് ആവരുത്, ഒരല്പം ലൂസായിട്ട് ചെയ്തതിന് ശേഷം ഇത് നമുക്കൊരു 2-3 മിനിറ്റ് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നമുക്ക് മറിച്ചിടാം. അതൊന്ന് തിരിച്ചിട്ട് മറ്റേ ഭാഗവും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ തയ്യാറാക്കി എടുക്കണം, എന്നാലേ നല്ല ഗോൾഡൻ കളറായിട്ടിൻ്റെ പുറന്താ ഇതുപോലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ അടുത്തത് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം കുട്ടികൾക്കൊക്കെ നമുക്ക് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ അവർക്കത് കഴിക്കാൻ തന്നെ വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇതുപോലെ ഇത് ഓവറായിട്ട് വലുതാവരുത്. എങ്കിൽ തയ്യാറാക്കിയതിൽ നിന്നും ഒരെണ്ണം ഞാൻ ഇതുപോലെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുത്തത് കണ്ടില്ലേ, ചൂടോടെ തന്നെ സോഫ്റ്റായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഒരല്പം ടൊമാറ്റോ കെച്ചപ്പിനൊപ്പം നമുക്കിത് കുട്ടികൾക്ക് വിളമ്പാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്.